എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി സിമ്പിൾ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. ക്ലാസ് ഇല്ലാത്ത ദിവസം ഒരു മോർണിംഗ് റൂട്ടീനാണ്. കാരണം ക്ലാസ് ഉള്ള ദിവസം 7 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, 8 മണിയാകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഫുൾ ഇങ്ങനെ എച്ചട്ടപ്പെട്ട ആ ഓട്ടോ ആയിരിക്കും. ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എണീക്കാറ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇന്നൊരു പുതിയ ദിവസം തന്നതിന് നന്ദി പറയാറുണ്ട്. അതുപോലെ ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്ന് മിനിച്ചേക്കണേന്ന് കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. ആക്ച്വലി ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഏറ്റവും മടിച്ചിരുന്നൊരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ പിതാജി പറയുമായിരുന്നു, ഈ പട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിടന്നോടത്തുനിന്ന് എനിക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടെങ്കിലും എനിക്കും ഇത് അതുപോലും ഇല്ലാന്ന്. പക്ഷേ ആക്ച്വലി ഇതുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം കൊണ്ട് പറ്റും. നമ്മൾ എണീക്കുന്ന അറ്റ്മോസ്ഫിയർ കുറച്ച് ക്ലീൻ ആക്കി വെച്ച് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിന് നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നതായിട്ട് ഞാൻ ഒരു ഡീസെന്റ് ആണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. വെറുതെയാണ്, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ സമയം 7:38 ആയിട്ടുണ്ട്. ഇനി ഞാൻ പല്ലേക്കുന്നതിനും കുളിക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യമേ ചെയ്യുന്നൊരു കാര്യമാണ് വായ്നോട്ടം. വേറെ ഒന്നുമല്ല, ജസ്റ്റ് വീടിന് പുറത്തോട്ട് ഇറങ്ങുക, അവിടെ ചുറ്റിലുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് വായി നോക്കി നടക്കാം കേട്ടോ. എനിക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ പേർക്ക് ഇത് ക്രിഞ്ചായിട്ട് തോന്നും, വട്ടായിട്ട് തോന്നും, കോമഡി ആയിട്ട് തോന്നും, ബോറടിക്കും. സ്വാഭാവികം, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ എണീറ്റ് പാടെ തന്നെ ഫോണൊക്കെ നോക്കി മൂഡ് കളയുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണല്ലോ ഈ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടൊന്ന് മൈൻഡ് റിലാക്സ് ആക്കി നിർത്തുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണീറ്റ് പാടെ തന്നെ ഇങ്ങനത്തെ ഗ്രീൻ സീനറീസ് ഒക്കെ കാണുന്നത് നമ്മുടെ കണ്ണിന് ഭയങ്കര നല്ലതാണ്. അതുപോലെ നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൈൻഡൊക്കെ മാറ്റിയിട്ട് ഒരു പ്ലസന്റ് കാം മൈൻഡ് സെറ്റ് ഒക്കെ തരാനും ഈ ഒരു വായ്നോട്ടം ഭയങ്കര നല്ലതാണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11-12 മണിയാകുമ്പോൾ എണീക്കുക, പിന്നെ കുറേ നേരം ഫോൺ നോക്കിയിരിക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പോയി പല്ല് തേക്കുക, പിന്നെ രാവിലത്തേക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഒരുമിച്ച് കഴിക്കുക, പിന്നെ വീണ്ടും ഫോൺ നോക്കുക, അങ്ങനെ രാത്രിയാകുമ്പോൾ വീണ്ടും ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാം. ഇതിൽ ഒതുങ്ങുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാന്നൊക്കെ പറയുന്നതിന് ഒരു അടിപൊളി എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പാവയ്ക്കയും കോവയ്ക്കയും അച്ചിങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് വളർന്നേക്കുന്നതാണ്. ഇതൊക്കെ അമ്മയുടെ സൈഡാണ് കേട്ടോ. ഈ സൈഡിലേക്ക് ഞാൻ അധികം അങ്ങനെ പോകാറില്ല. ഇനി അടുത്ത പരിപാടി വന്നിട്ട് ഓയിൽ പുള്ളിംഗ് ആണ്. കുറേ പേര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. സംഭവം സിമ്പിളാണ്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, അത് ഇതുപോലെ വായിൽ വെച്ചിട്ട് നമ്മൾ ഗുലു എന്ന് പറഞ്ഞ് കാണിക്കില്ലേ, അതുപോലെ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ബാഡ് ബ്രീത്ത് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ ക്യാവിറ്റീസ് പ്രിവെന്റ് ചെയ്യാനും ഡെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ്. ചെയ്യുന്നത് ഇച്ചിരി ഓക്വേർഡായിട്ട് തോന്നും, അതുകൊണ്ട് അപ്പോൾ തന്നെ പോയി പല്ലേക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. പിന്നെ ബോഡി വാഷ് ഞാൻ രാവിലെ ചെയ്യാറുണ്ട്, ഹെയർ വാഷ് ഞാൻ രാവിലെ ചെയ്യാറില്ല കേട്ടോ. കാരണം രാവിലെ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ തുമ്മൽ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീടോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിമ്പിളാണ്, 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ആഡംബരത്തിൽ ഞാൻ ഒരു വലിയ കഷ്ണം എടുത്തുന്നുള്ളൂ, കുറച്ചെടുത്താൽ മതി കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ലെമൺ ആണ്. ഒരു ചെറിയ ലെമൺ എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ടേമറിക് ആണ്, നമ്മുടെ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ. ഇതൊക്കെ എന്തോരളവിൽ വേണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഡീടോക്സ് ഡ്രിങ്ക് നമ്മൾ വെറും വയറ്റിൽ രാവിലെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ വേണം കുടിക്കാൻ കേട്ടോ. ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമ്മുടെ ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഇംപ്രൂവ്മെന്റിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെൽത്തിനും ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കുറവായിട്ടുള്ളവർ, അതായത് എന്നെപ്പോലെ മെലിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഡെയിലി ഇത് കൺസ്യൂം ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം ഇത് കുടിച്ചാൽ മതിയാവും. അതുപോലെ ലിവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിവതും ഈ ഒരു ഡ്രിങ്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഡീടോക്സ് ഡ്രിങ്കിന് ഈ ഒരു റെസിപ്പി മാത്രമല്ല, ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഡീടോക്സ് ഡ്രിങ്ക് റെസിപ്പീസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന രീതിയിലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതുപോലത്തെ ഡീടോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എസ്പെഷ്യലി എനിക്ക് സ്കിന്നിനൊക്കെ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഹോർമോണൽ ഇഷ്യൂസ് കാരണം ഈ 2 കവിളിലും നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ടായതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പാട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു 30 മിനിറ്റ് ഒക്കെ ഞാൻ എനിക്ക് തന്നെ ഒരു ഫ്രീ ടൈം പോലെ കൊടുക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ഫോണൊക്കെ നോക്കും, വാട്സപ്പും മെയിലും അതുപോലെ ഇൻസ്റ്റയൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അതും ടൈമൊക്കെ വെച്ച് അലാമൊക്കെ സെറ്റ് ചെയ്തിട്ടായിക്കോട്ടെ നോക്കുക, ഇല്ലെങ്കിൽ അതിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ കുറച്ച് നേരം എൻ്റെ അടുത്ത് കമ്പനി അടിച്ച് നടക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ച് വ്ളോഗ് വീഡിയോസിലൊക്കെ ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അങ്ങനെയാണ് കൂടുതലായിട്ടും ഞാൻ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്തൊക്കെ നിൽക്കാറുണ്ട്. പിന്നെ ഞാനൊരു 10-15 മിനിറ്റ് ഒക്കെ ഇതുപോലത്തെ വാമപ്പ് എക്സസൈസ് ചെയ്യാറുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമല്ല, എന്നാലും കുറച്ചൊരു ലൈറ്റ് ആയിട്ടൊരു 10-15 മിനിറ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് സ്കൂൾ ടൈമൊക്കെ ആയിരുന്നെങ്കിൽ ബോഡി ഒന്ന് അനങ്ങാൻ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടവും ചാട്ടവും സ്പോർട്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു PT പീരീഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോളേജ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അങ്ങനെ മേലനങ്ങുന്ന പരിപാടിയൊന്നുമില്ല. ഫുൾ ടൈം ഇരിക്കുക കിടക്കുക അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് വോമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഒന്ന് ശരിയാക്കി എടുക്കാറുണ്ട്. അടുത്തത് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പോകുന്ന ഒരു സാധനമാണ് സ്കിൻ കെയർ ആണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ ഷത്തിൻ്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അക്വാലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ എൻ്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് കേട്ടോ. എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കിട്ടിയതാണ്. പേജ് ഞാനോട് മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ 3 ബ്രെഡും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ നമ്മൾ ടു ഡു ലിസ്റ്റ് ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കേസാണെന്നുണ്ടെങ്കിലും അതുപോലെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. സോ ഇത്രയാണ് എൻ്റെ ഒരു ബേസിക് മോർണിംഗ് റൂട്ടീനിൽ വരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ബോറടിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് ബോക്സ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അതനുസരിച്ചിട്ടായിരിക്കും നമുക്കിനി വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.